Meet the editors. ബന്ധു നിയമനത്തിൽ മൗനമോ എന്നതാണ് ചോദ്യം. പ്രിയ സുനിൽ, ഇന്ന് അടിയന്തര പ്രമേയം മറ്റൊരു വിഷയമായിരുന്നു. ട്രാൻസ്ഫറുകളായിരുന്നു വിഷയം, അല്ലേ? അപ്പോൾ ആ വിഷയം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യം അവിടെ ചോദ്യമായി വരുന്നുണ്ട് പ്രതിപക്ഷത്തിൽ നിന്നും. ജോയാണ് ആ കാര്യം ഉന്നയിച്ചത്. പക്ഷേ അന്ന് മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് മറുപടി പറഞ്ഞിരുന്ന സണ്ണി ജോസഫ് ഈ ചോദ്യം കേൾക്കാത്ത പോലെ പോവുകയായിരുന്നു. കോൺഗ്രസിൽ മറ്റ് നേതാക്കളും പ്രതികരിച്ചായി കണ്ടിട്ടില്ല. മൗനമാണോ ഇതിൽ? ഈ ആരോപണം ഉയരുന്നത് കേരളത്തിലെ ഒരു മന്ത്രിയുടെ നേർക്ക് കൂടി മാത്രമല്ല, KPCC അധ്യക്ഷൻ കൂടിയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ കോൺഗ്രസിൻ്റെ തലവനായിട്ടുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെയാണ് ഈ ആരോപണം വരുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു ആരോപണം തന്നെയാണ്. സ്വാഭാവികമായും സണ്ണി ജോസഫ് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു, പക്ഷേ മറ്റു മന്ത്രിമാരും പ്രതികരിച്ചിട്ടില്ല. ബെന്നി തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് അനർഹനാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം അവിടെ ജനകീയനാണ്, പ്രാദേശിക തലത്തിൽ വളരെ മികച്ചൊരു നേതാവാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മാത്രമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ആ നിലയിൽ വിനോയ് തോമസിൻ്റെ അടക്കം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കറിയാം. അദ്ദേഹം ഈ ബെന്നി തോമസിനെ കുറിച്ചൊക്കെ തന്നെ വലിയ കാര്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. ആ നിലയിൽ അയോഗ്യനാണെന്നൊരു അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ ഉയരുന്നൊരു പ്രശ്നം എന്നത് രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ബന്ധു നിയമനമാണോ KPCC അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവിനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്ന ചോദ്യം ഉയർന്നാൽ നിയമപരമായി ഒരുപക്ഷെ സണ്ണി ജോസഫിന് പിടിച്ചു നിൽക്കാനാകും. അവിടെ കോടതികൾ മാർക്കിട്ടാൽ ഒരുപക്ഷെ സണ്ണി ജോസഫിന് ഒരിക്കൽ വേണമെങ്കിൽ അനുകൂലമായി കോടതികൾ തീരുമാനമെടുത്തേക്കും. പക്ഷേ ധാർമ്മികത എന്നൊന്നുണ്ട്. ധാർമ്മികമായി അത് പരിശോധിച്ചാൽ അത് ബന്ധു നിയമനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ധാർമ്മികതയുടെ കാര്യത്തിൽ അവിടെ മാർക്കിടുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം സണ്ണി ജോസഫ് ഓർക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിമർശനങ്ങളാണ് കോൺഗ്രസ് കേരളത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ VD സതീശൻ പറഞ്ഞത് കേട്ടു. ഈ സണ്ണി ജോസഫ് തന്നെ എത്ര മാത്രം വലിയ വിമർശനങ്ങൾ ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്, എത്ര വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. സർവകലാശാലകളിലെ നിയമനം മുതൽ EP ജയരാജൻ്റെ ബന്ധു PK ശ്രീമതിയുടെ മകനാണ് സുധീർ നമ്പ്യാരെ നിയമിച്ചത് മുതൽ KT ജലീലിൻ്റെ ബന്ധു ആബിദിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ മുതൽ എത്രയെത്ര ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. 2 മന്ത്രിമാരുടെ രാജിയിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അത് കോടതികളുടെ വിമർശനത്തെ തുടർന്നാണെങ്കിൽ പോലും 2 മന്ത്രിമാരുടെ രാജിയിലേക്ക് വഴിതെളിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് തുടക്കമിട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരളത്തിൽ ആ നിലയിൽ ബന്ധു നിയമനം വലിയ വിവാദമാക്കി കഴിഞ്ഞ 10 വർഷക്കാലം കത്തിച്ച കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ സണ്ണി ജോസഫ്, അദ്ദേഹം KPCC അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു ധാർമ്മികപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്, ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. നോക്കൂ, രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മ. ഇന്ന് രാജ്യത്ത് എവിടെ പോയാലും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. തൊഴിൽ കിട്ടാനില്ല. ഒന്ന്, മികച്ച വിദ്യാഭ്യാസം നേടിയാലും ആ വിദ്യാഭ്യാസം നേടിയതിനനുസരിച്ചുള്ള തൊഴിൽ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ വിഷയം, സർക്കാർ വകുപ്പുകളിലായാലും രാഷ്ട്രീയ രംഗത്തുള്ള പ്രധാനപ്പെട്ട പദവികളിലായാലും നിങ്ങൾ എത്ര എല്ലുമുറിയെ പണിയെടുത്താലും എത്ര വിയർപ്പൊഴുക്കിയാലും കാര്യമില്ല. കാരണം അവിടെ നിങ്ങൾക്കൊരു പദവിയും കിട്ടാൻ പോകുന്നില്ല എന്നൊരു പ്രതീതിയുണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിലുള്ള പ്രതീതിയാണ്, സാധാരണ ജനങ്ങൾക്കുള്ള പ്രതീതി. നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നോക്കൂ, കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ ആരാണോ രാഷ്ട്രീയ നേതാവായി ഉണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത തലമുറ എന്ന് പറയുന്നത് അവരുടെ മക്കളായിരിക്കും. അത് ഏത് സംസ്ഥാനത്ത് പോയാലും അങ്ങനെയാണ്, എവിടെ പോയാലും അങ്ങനെയാണ്. അതല്ലെങ്കിൽ പിന്നീട് അവരുടെ മക്കൾ, അതല്ലെങ്കിൽ മക്കളില്ലെങ്കിൽ മറ്റാരെങ്കിലും ബന്ധുക്കൾ, അതല്ലെങ്കിൽ മരുമക്കൾ. ഈ രീതിയിലാണ് രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ചാവകാശം വരുന്നത്. അപ്പോൾ ബിസിനസ് പോലെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതൊക്കെ രാജ്യത്തെ ജനങ്ങളും യുവാക്കളും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ മുഴുവൻ നടക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി.
ഇന്ത്യ മുഴുവൻ നടക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കും, യുവാക്കളെ കൂടെ നിർത്തും എന്നൊക്കെ പറയുമ്പോഴാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് മുമ്പിൽ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ എന്തിനാണോ ഇതുവരെ സമരം ചെയ്തത്, നിങ്ങൾ എന്തിനാണോ ഇതുവരെ കേരളത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്, ആ മുദ്രാവാക്യങ്ങൾക്കും നിങ്ങൾ നടത്തിയ സമരങ്ങൾക്കും വിരുദ്ധമായ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുന്നു എന്നതാണ്. അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നിലപാടാണ്. ഒരു വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വെള്ളം ചേർക്കുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, കഴിഞ്ഞ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു മാസത്തിൽ താഴെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ ജനകീയമായ തീരുമാനങ്ങൾ വരുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങളും എന്നുള്ള വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ കണ്ടുവെങ്കിൽ പോലും ഇപ്പോൾ നോക്കൂ, ഈ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിന് ഈ അധിക നികുതി സംസ്ഥാന സർക്കാർ കുറയ്ക്കണം? ഇതേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കേരള നിയമസഭയിലും പുറത്തുമൊക്കെ അദ്ദേഹം വലിയ ശബ്ദത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയും വലിയ പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കാനായി അധിക നികുതി കുറയ്ക്കണം, അധിക സെസ് 2 രൂപ കുറയ്ക്കണം, അങ്ങനെ സാധാരണ ജനങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇതേ വി ഡി സതീശൻ ഇപ്പോൾ ഇതേ വിഷയത്തിൽ നിയമസഭയിൽ ചോദ്യമുയരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത്, അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ടല്ലോ, അധിക നികുതി കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ഏറ്റവും മണ്ടത്തരമായ തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എന്തിനു കുറയ്ക്കണം എന്നതാണ്. അങ്ങനെ ഞങ്ങൾ എന്തിനു കുറയ്ക്കണം എന്ന് പറയാനാണെങ്കിൽ നിങ്ങളെ എന്തിനാണ് ഈ ജനങ്ങൾ അധികാരത്തിലെത്തിയത്? ഞങ്ങൾ എന്തിനു കുറയ്ക്കണം എന്നല്ല ചോദിച്ചത്, ആ മണ്ടത്തരം ചെയ്യാനാണോ മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? പറഞ്ഞതിൽ മാറ്റമുണ്ടെങ്കിലും ഉദ്ദേശിച്ചതിൽ വ്യത്യാസമൊന്നുമില്ല. പറഞ്ഞ വാക്കുകളിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാലും ചോദിച്ചത് അല്ല, ഞാൻ പറഞ്ഞതിൽ വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചത്. കഴിഞ്ഞോ? അതായത് ഉദ്ദേശിച്ചതിലും വി ഡി സതീശൻ എന്താണോ ഉദ്ദേശിച്ചത് അത് വളരെ ക്ലിയർ ആണ്. വി ഡി സതീശൻ എന്താണോ ഉദ്ദേശിച്ചത് വളരെ ക്ലിയർ ആണ്. അതായത് ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നില്ല, അന്ന് കുറച്ചില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഇതല്ല നിങ്ങളുടെ സമരങ്ങളിൽ പറഞ്ഞത്. വി ഡി സതീശൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും അതിനുശേഷം മുൻപ് MLA ആയിരുന്ന കാലത്തും നടത്തിയിട്ടുള്ള സമരങ്ങളിലും മുദ്രാവാക്യങ്ങളിലും വി ഡി സതീശൻ ഈ നിലപാടല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിലെത്തുമ്പോൾ ആ നിലപാടിൽ മാറ്റം വരുന്നത്? അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഉണ്ടാകുന്നത്. എല്ലാവർക്കും തൊഴിൽ നൽകും എന്ന് പറഞ്ഞു. സർവകലാശാലകളിൽ നിങ്ങൾ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെ നിയമിക്കുന്നു എന്ന ആരോപണം നിങ്ങൾ ഉന്നയിച്ചു. എല്ലായിടത്തും ഉന്നയിച്ചു. നേതാക്കളെ പേര് വിളിച്ചുന്നയിച്ചു. വലിയ പ്രതിഷേധങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി. എന്നിട്ട് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ സ്റ്റാഫിൽ നിയമിക്കുന്ന ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിലപാടിലായാലും രാഷ്ട്രീയ ധാർമ്മികതയിലായാലും വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അവിടെ അമിത്ഷായുടെ മകൻ ജയ്ഷ ക്രിക്കറ്റ് കളിച്ചിട്ടേ ഇല്ല, BCCIയുടെ ചെയർമാനാണ്. എന്താണ് ഇതും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഒരേ തുല്യരാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ ധാർമ്മികത എന്ന വലിയ വിഷയം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഒരു തീരുമാനമെടുത്തത്. അതിൽ മാറ്റം വരണം എന്ന് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ തീരുമാനമെടുത്ത് UDFനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ ആ UDFും ഇപ്പോൾ മുൻകാലങ്ങളിൽ LDF കാലത്ത് ചെയ്തു എന്ന് പറയുന്ന അതേ വഴികളിലൂടെ തന്നെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രതിസന്ധി നമ്മൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. ഇന്ന് മമതാ ബാനർജി എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ആകെ 80 സീറ്റ് മാത്രമേ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് കിട്ടിയുള്ളൂ. ആ 80 സീറ്റിൽ 59 MLAമാരും മമതാ ബാനർജിയിൽ നിന്ന് കൂറുമാറിപ്പോയി. ഇപ്പോൾ അതിൻ്റെ നേതാവായ ഋതുപ്രതാപ് ബാനർജി, തൃണമൂൽ വിമതനായ ഋതുപ്രതാപ് ബാനർജി പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവായി. മമതാ ബാനർജി ഏതാണ്ട്
തകർന്ന് തരിപ്പണമായി അതായത് സ്വന്തം പാർട്ടിയിലെ MLA-മാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഒറ്റപ്പെട്ടു പോയി. അതിനെതിരെ പ്രതികരിക്കാൻ പോലും അവിടെ ആരുമില്ല. തൃണമൂൽ കോൺഗ്രസിൽ പോലും ആരുമില്ല. ജനങ്ങൾ മമതയ്ക്കൊപ്പമില്ല. മമതാ ബാനർജി ആയാലും മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി ആയാലും അവരുടെ പിൻഗാമിയായി രാഷ്ട്രീയത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. ആ അഭിഷേക് ബാനർജി ആയാലും ഇവരെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണെന്ന് പശ്ചിമ ബംഗാളിൽ. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. കോക്രോച്ച് പാർട്ടി ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതെങ്ങനെയൊക്കെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാലത്താണ്. ജനം അപ്പോൾ പ്രതികരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാലത്താണ് നിങ്ങൾ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ബന്ധു നിയമനത്തിൽ മൗനമോ എന്ന ചർച്ച തുടരാം. മാധു, മൗനമാണ്. ഇക്കാര്യത്തിൽ സഭയിൽ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിച്ചില്ല വൈദ്യുതി വകുപ്പ് മന്ത്രി. എന്തു പ്രതികരിക്കാനാണ് എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അണികളും അതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഫേസ്ബുക്കിൽ എഴുതി വെക്കുന്ന നെടുങ്കൻ ഡയലോഗുകൾ നിയമസഭയിൽ പറയാമായിരുന്നു. അതായത് ഈ ബെന്നി ജോസഫിന് എത്രത്തോളം ഈ കഴിവുണ്ട്, അദ്ദേഹം എത്രത്തോളം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, പ്രവർത്തന പരിചയമുള്ള ആളാണ് എന്നൊക്കെ നിയമസഭയിലും പറയാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. ആ തയ്യാറാകാത്തതിന്റെ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ധാർമ്മിക പ്രസംഗങ്ങൾ തിരിച്ചു കൊത്തും എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോയി. അത് ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ മറുപടി അല്ല എന്നാണ് ഈ സർക്കാരും ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവരും പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും മുഴുവനും പറഞ്ഞത്. പ്രതികാര നടപടിയല്ല, ഇത് ജനങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിലെന്താണ് നീതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, ഈ നിയമനങ്ങൾ അർഹതയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ബന്ധുക്കൾക്ക് സർക്കാർ നിയമനമോ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമനമോ അനധികൃതമായ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായമോ നൽകുന്നതിനെ തന്നെയാണ് നമ്മൾ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. അതിൽ പ്രീതിയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ഞാൻ ഈ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 2 ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഈ തരത്തിലുള്ള നിയമനം നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവനവനോടെങ്കിലും അയ്യോ മോശമായി എന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു തോന്നലുണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അദ്ദേഹം KPCCയുടെ അധ്യക്ഷനാണ്. ഇപ്പോഴും ചുമതല മാറിയിട്ടില്ല. പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ പാർട്ടി നിയമിച്ചതാണ് എൻ്റെ വകുപ്പിൽ എന്നും പറയാൻ കഴിയില്ല. കാരണം ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഈ സണ്ണി ജോസഫ് എന്നിരിക്കെ പാർട്ടി നിയമിച്ചതാണ് എന്നും പറയാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധ്യമാകുന്നതാണെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചക്കാലത്തെ ഷോർട്ട് മെമ്മറി അല്ല ഉള്ളത് എന്ന് ഞാൻ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളോടും ആ പാർട്ടിയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിയാണ്, ഷോർട്ട് മെമ്മറിയൊക്കെ ഉണ്ട് മലയാളത്തിൽ. പക്ഷേ അത് 2 ആഴ്ച ചുരുങ്ങിയതല്ല. ഈ തിരഞ്ഞെടുപ്പ് കാലം മുഴുവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അതിനിടയ്ക്ക് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറക്കുന്നത്? ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാർ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് പോയില്ലേ? ആ സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ, സമരങ്ങൾ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മറന്നുപോയത്? അതോ UDFന് മാത്രമായി എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ട് എന്ന് ധരിച്ചു വശായി പോയതാണോ? അല്ല, പ്രതിപക്ഷത്തിരുന്നതിന്റെ പ്രിവിലേജാണ്. അതായത് ഭരണത്തിൽ നിന്ന് മാറി നിന്നതിന്റെ രാഷ്ട്രീയ പ്രിവിലേജ് മാത്രമാണ് UDF ഈ പോയ 10 വർഷവും അനുഭവിച്ചത് എന്ന് മിനിമം മനസ്സിലാക്കുക. ഭരണപക്ഷത്തിരിക്കുമ്പോൾ വോട്ട് ചെയ്തവർ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ജനങ്ങൾ, മറ്റ് മാധ്യമങ്ങൾ ഇവരെല്ലാവരും ചോദ്യവുമായി വരും. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്. ഇപ്പോൾ സ്വാഭാവികമായ ആ ചോദ്യം നിങ്ങൾക്ക് എതിരായി വരിക തന്നെ ചെയ്യും. അതാണ് നീതി, അതാണ് നാടിൻ്റെ ഒരു ചിന്താശേഷിയും രാഷ്ട്രീയ ബുദ്ധിയും എന്ന് പറയുന്നത് കൂടി. അപ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളതാണ്. അല്ലാതെ മിണ്ടാതെ മൂളാതെ പോവുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഇത്രയും കാലം വിമർശിച്ചു കൊണ്ടിരുന്നവർ എന്ന നിലയ്ക്ക് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. തൊട്ടു മുമ്പ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് കേട്ടല്ലോ, അധ്യാപക നിയമനങ്ങൾ മുഴുവൻ CPM നേതാക്കളുടെ കുത്തകയാണ് എന്ന്. അങ്ങനെ സ്റ്റാഫ് നിയമങ്ങൾ മുഴുവൻ സ്വന്തം വീട്ടിലുള്ളവർക്ക് കൊടുക്കാമെന്ന കുത്തക മനോഭാവം എപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം വകുപ്പിൽ ഇനി അത്ര ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ഇദ്ദേഹത്തിന് ഇപ്പോൾ നിയമനം കിട്ടിയ ബെന്നി ജോസഫിൻ്റെ കുറ്റം പറയാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. പക്ഷെ പാർട്ടി അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ ആ
നിലയ്ക്കുള്ള ഒരു 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 വിമർശനം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണമായിരുന്നു. കോൺഗ്രസിന് ഒരു മന്ത്രിയൊന്നുമല്ലല്ലോ, മറ്റു മന്ത്രിമാരുടെ വകുപ്പിൽ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരുന്നത്? സ്വന്തം വകുപ്പിൽ വരുമ്പോൾ നയപരമായ തീരുമാനങ്ങൾ, വകുപ്പിന്റെ നയപരമായ കാര്യങ്ങളിൽ കൂടി ബന്ധുക്കളുടെ ഇടപെടലിനുള്ള വകുപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത് അല്ലെ? ഇതൊരു രീതിയാണെന്നേ. കഴിഞ്ഞ 10 വർഷം മുമ്പായതുകൊണ്ട് നമുക്ക് ഓർക്കാതാണ്. LDF വന്നിട്ടുണ്ടെങ്കിൽ UDFന്റെ സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിച്ച ആളുകളെയൊക്കെ 10-70 കിലോമീറ്റർ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ അടിക്കുക. UDF വരികയാണെങ്കിൽ അതിന് പ്രതികാര നടപടി ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ തമാശ എന്നവണ്ണം പറഞ്ഞല്ലോ, പോലീസിൽ യൂണിഫോം തയ്ക്കുന്ന ഇടങ്ങളിൽ വലിയ തിരക്കാണെന്ന്. എന്താ 10 വർഷമായിട്ട് യൂണിഫോം ഇടാതെ ജോലി ചെയ്ത ആളുകളുണ്ട്. KSRTCയിൽ 10 വർഷമായിട്ട് ഓഫീസ് ജോലി മാത്രം ചെയ്ത ഡ്രൈവർ തസ്തികയിൽ ജോലിക്ക് കയറിയ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഓടി നടന്ന് യൂണിഫോം തയ്പ്പിക്കുക, കാക്കി ഇട്ടിട്ടില്ല. അപ്പൊ ആ നിലയ്ക്കുള്ള രീതി തന്നെയാണ് എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇനി വേറെ ഒരു കാര്യം കൂടിയുണ്ട്. സണ്ണി ജോസഫിനെതിരെ ഇത് ആദ്യത്തെ ആരോപണമാണോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം CPM ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ പക്ഷെ പരാതി കൊടുത്തത് CPM അല്ല, ഈ നാട്ടുകാരൻ കൂടിയായ ഒരാളാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് സണ്ണി ജോസഫിന്റെ മകളുടെ ബാങ്ക് നിയമനം എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര കത്തിയില്ല. അങ്ങനെ ഒരു ആരോപണം CPMന്റെ ഹാൻഡിലുകളൊക്കെ ഉന്നയിച്ചെങ്കിലും അതത്ര ആ സമയത്ത് നമ്മൾ ആ വാർത്ത വായിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഈ വാർത്ത വലിയ വിവാദമാകാത്തത് എന്ന്. നമ്മൾ ആ സമയത്തൊന്ന് ആലോചിക്കണം. വ്യാജ സർട്ടിഫിക്കറ്റിൽ അനുഭവ പരിചയം കാണിച്ചുകൊണ്ട് വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വലിയ തോതിൽ അവർക്ക് വിമർശനവും സൈബർ അറ്റാക്കും ഒക്കെ നേരിടേണ്ടി വന്നു. ആ കുട്ടിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ കല്യാണ ചിത്രങ്ങൾ പങ്കുവച്ചതിൻ്റെ താഴെ പോലും എത്ര മോശപ്പെട്ട കമൻറ്റുകളാണ് വന്നത് എന്നറിയാമോ? അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാകും. അവരെ പാർട്ടി നേതാക്കൾ തന്നെ തള്ളി പറയുന്ന സ്ഥിതിയുണ്ടാകും. പക്ഷെ അനുപാതരഹിതമായ ആക്രമണമാണ് ഉണ്ടായത്. പക്ഷേ സണ്ണി ജോസഫിന്റെ മകൾക്ക് നേരെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു മറുപടി പോലും പറയേണ്ടി വന്നില്ല. അതിന്റെ നിജസ്ഥിതിയൊക്കെ പിന്നീട് തെളിയിക്കേണ്ടതാണ്. പക്ഷേ KPCC അധ്യക്ഷനായ ഇപ്പോൾ മന്ത്രിയായ ഒരാൾക്ക് അങ്ങനെ ഒരു ആരോപണം തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്നിട്ട് പോലും അതിലൊരു മറുപടി പോലും പറയേണ്ടി വന്നില്ല എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുകൊണ്ട്? കണ്ണൂരിലെ മിറ്റ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ 1 വർഷം പ്രവർത്തിച്ചു എന്നൊരു പരിചയമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിയമനം കിട്ടിയതിന് ശേഷം അവർക്ക് ആ മിറ്റ്കോയിൽ ജോലി ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. 2014 ആഗസ്റ്റിലാണ് ആശാ റോസ് പ്യൂണായി നിയമിതയായത്. 2014-നും 2017-നും ഇടയിൽ അവർക്ക് മിറ്റ്കോയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിനായി അവർ അന്തരം ജോലി ചെയ്ത് ബാങ്കിൽ നിന്ന് അവധിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി. അപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ഈ അനുഭവ പരിചയം കിട്ടിയത് നടക്കമുള്ള കാര്യം? ഞാൻ പറയുന്നത് ഈ ആരോപണം ചിലപ്പോൾ തെറ്റായിരിക്കും. അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായിരിക്കും. ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിലൊരു മറുപടി പോലും സണ്ണി ജോസഫിന് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴൊരു ബന്ധു നിയമനം ആരോപിക്കപ്പെടുന്നു. നിയമസഭയിൽ ഒരു ചോദ്യം വന്നപ്പോൾ പോലും അത് രേഖാപരമായി വന്ന ചോദ്യമല്ല. പക്ഷേ അപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ 102 MLA-മാരുടെ വലിയ സ്ട്രെങ്തുമായി ഇപ്പുറത്ത് നിൽക്കുന്ന അതിപ്രതാപവാനായ ഒരു മന്ത്രിക്ക് മിണ്ടാതെ പോകാൻ കഴിയുന്ന പ്രിവിലേജ് എങ്ങനെയാണ് നിയമസഭയിൽ ഉണ്ടാകുന്നത്? അപ്പോൾ രാഷ്ട്രീയമായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ രാഷ്ട്രീയമായി മറുപടി പറയേണ്ടതില്ല എന്ന തിണ്ണമെടുക്കുക എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി ആയതുകൊണ്ടോ അതോ KPCC നയിക്കുന്ന അധ്യക്ഷനായതുകൊണ്ടോ? അതൊന്നും വിലപ്പോകില്ല എന്ന് ബോധ്യപ്പെടുത്തി പോവുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന മിറ്റ്കോ എന്ന് പറയുന്ന സ്ഥാപനം ആരുടേതാണെന്ന് അറിയാമോ? സണ്ണി ജോസഫിന്റെ അർത്ഥ സഹോദരനായ അഡ്വക്കേറ്റ് ജേസൺ തോമസിൻ്റെതാണത്രേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുടുംബത്തിൽ തന്നെ അതായത് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വേണമെങ്കിൽ കുടുംബത്തിലുണ്ട്. ഇനി വേറൊരാൾക്ക് ഒരു അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിനുള്ള സംവിധാനവും കുടുംബത്തിൽ തന്നെയുണ്ട്. ഇതിനൊന്നും മറുപടി പറയേണ്ടി വരുന്ന ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷെ അതിനൊന്നിനും മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം പോലുമില്ലാത്ത പ്രിവിലേജ് അനുഭവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വിധിയെങ്കിൽ ഒരൊറ്റ കാര്യം പറയണം, ഞങ്ങൾ പറഞ്ഞതൊക്കെ അന്ന് ഞങ്ങൾ ക്ലാസ്സിലില്ല, ഇന്നലെ ഞാൻ ഇല്ല സാർ എന്ന് പറയുമല്ലോ. ആ നിലയ്ക്ക് അന്ന് പറഞ്ഞതൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ നയപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ നല്ലതായിരുന്നു. ശരി, ബന്ധു നിയമനത്തിൽ മൗനമോ എന്ന ചോദ്യത്തിൽ മൗനമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് സഭയിൽ വിഷയം മറ്റൊന്നായിരുന്നു, അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് ഈ ട്രാൻസ്ഫറുകൾ എന്ന വിഷയം. ആ വിഷയത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലം മാറ്റങ്ങളും ട്രിബ്യൂണൽ ഇടപെട്ടുകൊണ്ട് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെയാണ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. 1 ഡസനിലേറെ സ്ഥലം മാറ്റപ്പെട്ട സർവീസ് സംഘടനാ പ്രതിനിധികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതല്ല മാതൃക എന്നൊരു വാചകം കൂടി അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മാതൃക? അപ്പോൾ എന്ത് മാതൃകയാണ് KPCC അധ്യക്ഷൻ ആയ സണ്ണി ജോസഫ്, മന്ത്രിയായ സണ്ണി ജോസഫ് മറ്റ് മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു നല്ല മാതൃകയാണോ അദ്ദേഹം കാണിച്ചതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ സാങ്കേതികമായി കഴിഞ്ഞ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള, കഴിഞ്ഞ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ബന്ധു നിയമനങ്ങളുമായി ഒരു താരതമ്യമില്ല എന്ന് പറയാം. കാരണം ഇത് സർക്കാരിൻ്റെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ബാക്കിയുള്ളവരെ മാറ്റിവെച്ചുകൊണ്ട് ബന്ധുവിന് ഒരു നിയമനം കൊടുക്കുന്നു എന്ന രൂപത്തിൽ കാണിക്കാവുന്ന ഒരു വിഷയമല്ല. കാരണം ഈ സ്റ്റാഫ് നിയമനം എന്നുള്ളത്
അതിലൊരു പ്രത്യേക ചട്ടം രൂപീകരിച്ചിട്ടില്ല. അതിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാകാം, റിട്ടയർഡായ ഉദ്യോഗസ്ഥരാകാം, ഇനി അതല്ല എങ്കിൽ രാഷ്ട്രീയ നിയമനമാകാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും രാഷ്ട്രീയ നിയമനങ്ങൾ ഈ പറയുന്ന സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാഫിനെ നിയമിക്കുന്നത് സ്വാഭാവികമായും മന്ത്രിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന നല്ല ബന്ധമുള്ള ആളുകളെയാണ് സ്റ്റാഫായി നിയമിക്കുക. ഇതാണ് പറയുന്ന ഒരു വാദം. അങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെയുള്ള മറ്റ് പാർട്ടിക്കാരെ കിട്ടുകയില്ലേ എന്നൊരു ചോദ്യം വി.ഡി. സതീശൻ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കെ രാഗേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും കുത്തിനിറയ്ക്കാൻ വേണ്ടി കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒരു ഗുണവും കിട്ടില്ല കേട്ടോ, കൊണ്ടുപോകുന്നതെല്ലാം ഇവരാണ്. അപ്പോൾ കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി പിടിച്ച് നടക്കുന്നവർക്ക് എന്ത് കിട്ടി എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇ ഡിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ സാധാരണ പ്രവർത്തകർ ഇപ്പോഴും ജയിലിലാണുള്ളത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കൊടി പിടിച്ച് നടക്കുന്നവർക്കൊന്നും കിട്ടില്ല എന്നും ബന്ധുക്കൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്നിരിക്കുന്ന നിയമനമാണ് ഇത്. അപ്പോൾ ഇത് വിശദീകരിക്കേണ്ടി വരും. ഈ പറഞ്ഞ സാങ്കേതികമായ അർത്ഥത്തിൽ നിയമപരമായ തലത്തിലൊന്നും ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോഴും ഇത് ധാർമ്മികമായ വശമാണല്ലോ നിങ്ങൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ചിരുന്നത്. കഴിഞ്ഞ സർക്കാരിനെതിരെ ധാർമ്മികതയാണല്ലോ ചോദ്യം ചെയ്തത്. അപ്പോൾ ധാർമ്മികമായ വശം നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ബെന്നി തോമസ് എന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരുന്നു എന്ന് വിനോയ് തോമസ് എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വൈകാരികമായ കുറിപ്പാണ്. കാരണം 10-40 വർഷമായി അദ്ദേഹത്തിന് അറിയാമെന്നും അവിടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, ആളുകൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഈ പറയുന്ന ബെന്നി തോമസ് എന്ന കാര്യമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പലതരത്തിലുള്ള പോസ്റ്റുകളിൽ നിന്നിട്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ തലത്തിൽ സംഘടന ചുമതലയുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലായി പറയുന്നത്. ശരിയായിരിക്കും, അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പ്രൊഫൈലുണ്ട്. പക്ഷേ ഈ പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം എന്നുള്ളത് കിട്ടിയിരിക്കുന്നത് അളിയൻ എന്ന ബന്ധു എന്നുള്ള കാര്യത്തിൽ ഒരു അഡീഷണൽ ഒരു എന്താ പറയുക യോഗ്യതയായോ എന്നുള്ള ചോദ്യമാണല്ലോ അവിടെ ഇരുന്നത്. അവിടെയാണ് ആ സംശയം വരുന്നത്. ആ സംശയം വരുമ്പോൾ നമുക്കറിയാം സണ്ണി ജോസഫ് വളരെ നല്ല ഒരു MLA ആയിരുന്നു, സഭയിൽ പല വിഷയങ്ങളും വളരെ വിശദമായി ഉന്നയിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മന്ത്രിയാകുമ്പോൾ അത് വിശദീകരിക്കേണ്ടി വരുമെന്ന് അറിയാത്ത ആളുമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനോട് മൗനം പാലിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാം മാതൃക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന വ്യക്തിപരമായ ഒരു ആരോപണത്തിൽ വളരെ ശക്തമായ മറുപടി ഇന്ന് അദ്ദേഹം നൽകേണ്ടിയിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കണമായിരുന്നു. ഇനി പോട്ടെ, സഭയിൽ വേണ്ട, പുറത്ത് പ്രതികരിക്കാമല്ലോ. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? മറ്റു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വന്നു. ഒരാളെ ന്യായീകരിക്കാൻ വന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് പുറത്തു വരുന്നു. ഇത് ശരിയായില്ല. കാരണം ഒരു കറയായിരിക്കുന്നു ഈ തുടക്കത്തിൽ ഈ പറഞ്ഞ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന് ആ രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ വന്നിരിക്കുന്ന ഒരു പിഴവായി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തുമോ, ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഞാൻ ഉറ്റുനോക്കുകയാണ്. ഇനി കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, ഇടത് സർക്കാരിൻ്റെ കാലത്തെ ബന്ധു നിയമനം എങ്ങനെയായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. EP ജയരാജന്റെ ഭാര്യ സഹോദരിയും കണ്ണൂർ MP-യുമായിരുന്ന PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ KSIA MD ആയും ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകൻ ഭാര്യ ദീപ്തി നിഷാദിനെ കേരള ക്ലേസ് ആൻഡ് സെറാമിക് ജനറൽ മാനേജറുമായി നിയമിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതിനുശേഷം EP ജയരാജന് രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ മറ്റ് പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ആ നിയമനം വന്നത് എന്നാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. അടുത്തത് KT ജലീലിന്റെ ബന്ധു KT അബീദിനെ നിയമിച്ചതും വിവാദമായിരുന്നു. നിയമനം നിയമവിരുദ്ധമാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ജലീലിന് യോഗ്യതയില്ല എന്നും ലോകായുക്തയിലേക്ക് ആ കേസ് വന്നു. അത് ലോകായുക്തയുടെ ഉത്തരവ് വന്നു. ഇതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി KK രാഗേഷിന്റെ ഭാര്യയുടെ വിവാദം. ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചിരിക്കുന്നത് മറ്റു യോഗ്യരായ പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് എന്നുള്ള കാര്യമാണ്. ആ അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള ഏറ്റവും കുറവ് സ്കോർ ലഭിച്ചിട്ടും ഏറ്റവും കുറഞ്ഞ പോയിന്റ് ലഭിച്ചിട്ടും അധ്യാപന പരിചയം ഏറ്റവും കുറവാണ് എന്ന് അറിഞ്ഞിട്ടും പ്രിയ വർഗീസിനെ അവിടെ നിയമിക്കുകയായിരുന്നു. അതൊരു വലിയ വിവാദമായിരുന്നു. ഈ മുൻ സ്പീക്കർ AN ഷംസീറിന്റെ ഭാര്യ ഷഹാന ഷംസീറുമായി ബന്ധപ്പെട്ടും കണ്ണൂർ സർവകലാശാലയിലെ HRD സെൻട്രലിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം അത് ഹൈക്കോടതി തടയുകയായിരുന്നു. അപ്പോൾ കോടതി ഇടപെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും നിയമനത്തിന് മറികടന്നുകൊണ്ട് ഈ പറയുന്ന ബന്ധുബലത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം നേടിയവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേസ് അങ്ങനെ ഒരു താരതമ്യമില്ല. ആകെ താരതമ്യം വരുന്നത്
PK ശ്രീമതിയുടെ മരുമകളെ ധന്യയെ കുക്കായി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതാണ്. അത് ഈ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫാണ്. അതാണ് ഒരു താരതമ്യമുള്ളത്. അതിൽ പക്ഷേ കുക്കായി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബന്ധുവിനെ തന്നെ അവിടെ നിയമിക്കുന്നു. അപ്പോൾ ആ ശമ്പളം കൂടി പോരട്ടെ, വീട്ടിലേക്ക് പോരട്ടെ എന്ന രൂപത്തിൽ അന്ന് പരിഹസിക്കുകയായിരുന്നു. പരിഹസിച്ച കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് ആ കാര്യം വലിയ ശക്തമായി ഉന്നയിച്ചിരുന്നു. അവസാനം രാജിവെക്കേണ്ടി വന്നല്ലോ. ഈ ധന്യയുടെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വിമർശിച്ചവരാണ് നിങ്ങൾ എന്നുള്ള വരുമ്പോൾ നിങ്ങൾ എന്താണ് പകരം കാണിക്കുന്നത് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും. ഇത് നിയമപരമായി നിങ്ങൾക്ക് തെറ്റല്ല എന്ന് പറയാം. ഈ പറയുന്ന സ്റ്റാഫ് നിയമനത്തിൽ ഇങ്ങനെയൊരു ചട്ടമില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം. ഈ പറയുന്ന ബെന്നി തോമസ് നല്ല മികച്ച നേതാവാണ് എന്ന് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ അപ്പോഴും ധാർമ്മികമായ ചോദ്യം, അതാണോ യോഗ്യത? ബന്ധുവാണെന്നുള്ളതാണോ അധിക യോഗ്യത എന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണമെന്നുള്ളതാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകണം. ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ രഹസ്യവും നിങ്ങളോട് ആദ്യമായിരിക്കും പറയുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കർണാടകയിലായിരുന്നു. അവിടെ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിക്കുമോ എന്ന് കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതല്ല, സണ്ണി ജോസഫ് തന്നെ പ്രതികരിക്കേണ്ടതാണ്. കാരണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലാണല്ലോ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ. KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഒരു മന്ത്രി എന്നതിനേക്കാൾ കവിഞ്ഞ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ പിഴവ് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചെത്താം. അല്ല, നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി വേണമെങ്കിൽ വാദം പറയാവുന്നത് ആ വിഷയമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ വിഷയമല്ലാത്തതുകൊണ്ട് പറയേണ്ടതായിരുന്നു. ആ നിയമസഭയിൽ ചോദ്യം വന്നിട്ട് പോലും അതിന് മറുപടി പറഞ്ഞില്ല. അതെ, VS ജോയ് മറ്റ് ട്രാൻസ്ഫറുകളെ ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പറയാമായിരുന്നു, പറഞ്ഞില്ല എന്നുള്ളതാണ്. ബന്ധു നിയമനത്തിൽ മൗനമോ എന്നാണ് ചോദ്യം. ശ്രീ ആന്റോ. ബെന്നി ജോസഫ് ബന്ധു മാത്രമല്ല, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റാണ്, കണ്ണൂരിലെ മുതിർന്ന നേതാവാണ് എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ്. കാരണം അദ്ദേഹത്തിന് ബെന്നി തോമസ് അവിടെ പിന്നെ എന്താണ് ഈ പോസ്റ്റിന് പറ്റിയ ആളാണ്, അതുകൊണ്ട് പാർട്ടി നിയമിച്ചതാണ് എന്നാണല്ലോ പറയുന്നത്. ഈ കോൺഗ്രസ് കുറേ നാളുകളായിട്ട് ഈ സ്കൂൾ കാലം തുടങ്ങി SFIയിൽ കൂടെ വന്ന് DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ, ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ആയ, അതിനുശേഷം മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ വിളിക്കുന്നത് മരുമോൻ മന്ത്രി എന്നാണ്. അങ്ങനെയാണല്ലോ. ആന്തൂർ നഗരസഭയുടെ ചെയർമാനായി കണ്ണൂരിലെ ഏറ്റവും വലിയ പിന്നെ വനിതാ നേതാവായ PK ശ്യാമളനെ വിളിക്കുന്നത് പിന്നെ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ എന്നാണ്. അപ്പം ഇതിന് രണ്ടിനും ന്യായീകരണമില്ല കേട്ടോ. ഇത് രണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരെ പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വരിക. അപ്പം നിലപാട് എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിനെ അന്നേരം മാത്രമേ ഊന്നി പറയേണ്ട കാര്യമുള്ളൂ. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ? അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഹണിമൂൺ പീരീഡ് അല്ലേ എന്ന് പറയുകയാണ്. അപ്പം ആരോ ഡിബേറ്റിൽ പറയുന്നുണ്ടായിരുന്നു, മാധുവിൻ്റെ ഡിബേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ അരുൺകുമാറാണെന്ന് തോന്നുന്നുണ്ട്. അരുൺകുമാർ പറയുന്നുണ്ട് ഹണിമൂണിന് അളിയനെയും കൂട്ടി പോകുന്ന ആൾക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പം സിനിമ കണ്ടിട്ടില്ല അവരാരും. അതെ. അപ്പം കണ്ടിട്ടില്ലെന്ന്. അപ്പം ഈ ബൈബിളിലൊരു വാക്കുണ്ട്, എന്താ പറയണ്ടേ, നിന്നെ അളക്കുന്ന കോല് കൊണ്ടായിരിക്കും നിന്നെ അളക്കുക, നീ അളക്കുന്ന കോല് കൊണ്ടായിരിക്കും നിന്നെ അളക്കുക, നീ വിധിക്കുന്ന വാക്കുകൾ കൊണ്ടായിരിക്കും നിന്നെയും വിധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സണ്ണി ജോസഫ് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എന്തിനു മേലെയായിരുന്നു എന്നറിയോ? അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ ശ്രീമതി ടീച്ചറിൻ്റെ മരുമകൾ അടുക്കളയിൽ ജോലിക്കാരിയായി കയറിയതാണ്. അടുക്കളയിൽ അതായിരുന്നല്ലോ ആദ്യത്തെ ബന്ധു നിയമനം പ്രശ്നം ഉണ്ടാക്കിയത്. ഇതായിരുന്നു അടുക്കളയിൽ പോലും ജോലിക്കാരെ ബന്ധു നിയമനമായി, നിയമസഭയിൽ പ്രശ്നമായി, വലിയ വിവാദമായി, അതിനേക്കാളും അപ്പുറത്തേക്ക് പോയി. ലാസ്റ്റ് ആ അടുക്കളയിൽ ജോലിക്കാരി രാജിവെക്കേണ്ടി വന്നു. പേഴ്സണൽ സെക്രട്ടറി അല്ലേ, പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലല്ല, അടുക്കളയിലാണ്. അത് ആദ്യത്തെ മന്ത്രിസഭയിൽ ആദ്യത്തെ വർഷത്തിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അവിടെ ഹണിമൂൺ പീരീഡ് ഒന്നും ആരും നോക്കിയിട്ടില്ല കേട്ടോ. അടുക്കളയിൽ പോലും നിയമനം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് സമ്മതിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന PK സുധീറിനെ പിന്നെ ജയരാജൻ്റെ വകുപ്പിലല്ല, PK ശ്രീമതിൻ്റെ മകനാണ്, അത് വേറെ വകുപ്പിലാണ്, ജയരാജൻ്റെ വകുപ്പിലാണ്. അപ്പോൾ ബന്ധുവാണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, വലിയ പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ KT ജലീലിൻ്റെ ബന്ധുവിനെ 2018 വെച്ചു. ലീഗ് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി, നിയമസഭയിലുണ്ടാക്കി, മലപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ജലീലിന് പറ്റിയില്ല, വലിയ പ്രശ്നം ഉണ്ടാക്കി.
രാജിവെച്ചത് മാത്രമല്ല ഹൈക്കോടതിയിൽ പോയി, പിന്നെ അത് നമ്മുടെ സുപ്രീം കോടതി പോയി. അപ്പോൾ അത് വലിയ രീതിയിൽ കോടതി ഇടപെട്ടു. ലാസ്റ്റ് മന്ത്രിസ്ഥാനം പോയി. 2 മന്ത്രിസ്ഥാനമാണ് ഇ.പി. ജയരാജൻ CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. P.K.T. ജലീലും 2 മന്ത്രിമാർ രാജിവെച്ചു. കുറേ നാളുകൾ നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു ഈ കേസിന് മേലെ. ഇതിനെ വളരെ കൂളായിട്ടാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കോൺഗ്രസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് തീരുമാനിക്കുന്ന കുറേ സംവിധാനങ്ങൾ, ഞാൻ കുറേ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഇപ്പം കേരളത്തിലെ മന്ത്രിമാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയായിരുന്നു നോക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി 2ാമത്തെ നമ്പറായി ഉപയോഗിക്കുന്നത് ബെൻസ് കാറാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. ശരി, ഞാനില്ല പറയുന്നില്ല. പ്രധാനപ്പെട്ട MLA-മാരും മന്ത്രിമാരൊക്കെ അവരവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ കേരള സ്റ്റേറ്റിൻ്റെ ബോർഡ് വെച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ പറയുന്നത് അത് അവരുടെ വാഹനമാണ്, അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഉപയോഗിക്കുന്നതാണെന്ന്. ഏതെങ്കിലും ഒരു CPM നേതാവോ LDF നേതാവോ ഒരു കാറിന് മേലെ, ഒരു ബെൻസ് കാറിന് മേലെ 2ാം നമ്പറോ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചാൽ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിൽ എന്താ അവസ്ഥയായിരിക്കും? അദ്ദേഹം സ്വന്തമായിട്ടുണ്ട്. കാരണം അത് പറയുന്നത് കോരൻ്റെ മകനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടില്ല. ബാക്കിയുള്ളവർ എന്ന് പറയുന്നത് എന്താ? കാരണം CPM-ഉം ഇടതുപക്ഷവും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊരു ഇഞ്ച് അങ്ങോട്ട് പോയി. ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നറിയോ? ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തയാൾ CPM ഐഫോൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ഐഫോൺ ആപ്പിൾ വാച്ച് ഐഫോണും ആപ്പിൾ വാച്ചും ഐഫോണും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പി കെ ബിജു നാഷണൽ പ്രസിഡന്റും ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന SFIൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് ഈ 2 കാര്യം ഐഫോണും ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾ ഇന്ന് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ പോയി അതിനെ പിളർത്തി ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ്. 58 MLA-മാരുടെ ഭൂരിപക്ഷം സപ്പോർട്ടോടുകൂടി ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് CPM കൂടെ കണ്ടുപഠിച്ചാൽ നല്ലതായിരിക്കും. CPM എടുക്കുന്ന നിലപാടുകൾ ഇന്നത്തെ കാലത്ത്, കാരണം ഇന്നത്തെ സംഭവിക്കുന്ന പ്രശ്നം എന്നറിയോ? ഇന്ന് ഇടതുപക്ഷം സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സാഹചര്യങ്ങളെയും ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഒരു സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് എല്ലാ സാഹചര്യവും ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി അപ്പുറം നിൽക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ട ഒരന്വേഷണം നിങ്ങൾക്കെതിരെ വരില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത് പാർട്ടി വെക്കുമ്പോൾ ജനങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്? അതിപ്പം കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും പാർട്ടി എന്ന് പറയുന്ന ആരാ? ജനങ്ങളാണ്. ജനങ്ങളുടെ സാഹചര്യങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മാത്രമാണ് ആ മാറ്റങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് സെക്കൻഡ് വെച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം CJP എന്ന് പറയുന്ന പാർട്ടി ഒരു ദിവസം കൊണ്ടുണ്ടാകുകയാണ്. ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ 3 വാക്കുകളിൽ നിന്നും ഒരു പാർട്ടി ഉണ്ടാകുകയാണ്. CJP എന്ന് പറയുന്ന പാർട്ടി സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നു. 23 മില്യൺ എന്ന് പറഞ്ഞാൽ 2,30,00,000 ലക്ഷം ആൾക്കാർ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ട് പാർട്ടിയാവുന്നു. ആ പാർട്ടിക്ക് ഒരു ബോർഡ് വരുന്നു, ആ പാർട്ടിക്ക് വക്താക്കൾ വരുന്നു, വക്താക്കൾ പത്രസമ്മേളനം നടക്കുന്നു, വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ആ പാർട്ടിയുടെ അധ്യക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലില്ല, വിദേശത്ത് നിൽക്കുകയാണ്. അപ്പം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് വെച്ച് ഡിസിഷൻ എടുത്ത് പോവാണ്. അപ്പം നമ്മളീ പറയുമല്ലോ, ഇപ്പം ഈ CPM നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഈ ലാത്തി കൊണ്ട് അടിച്ചതായിരുന്നു, രക്ഷാപ്രവർത്തനമായിരുന്നല്ലോ. രക്ഷാപ്രവർത്തനത്തിന് മേലെ CPM നേരിട്ട വിഷയം എത്രയാണ്? കടക്കുപുറത്ത് എന്ന് പറഞ്ഞതിനകത്ത് CPM നേരിട്ട വിഷയം എത്രയാണ്? അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ സെക്കൻഡ് കൊണ്ടാണ് ജനങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്, സെക്കൻഡ് കൊണ്ടാണ്. കാരണം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കഥകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വാക്കുകൾ ഇന്നലെ മാധുവിനോട് ഏതോ ഒരു സംവിധാനത്തിൽ ഞാൻ കേട്ടതാണ്. മാധു പറയുന്നുണ്ട്, എല്ലാ ദിവസവും പത്രം വായിക്കുമോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും പത്രം വായിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഹെഡ്ലൈൻ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന പത്രത്തിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഹെഡ്ലൈൻ വായിച്ച കാര്യം നമുക്ക് മനസ്സിലാവും. മലയാളി അങ്ങനെയാണെന്നേ. മലയാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മലയാളിക്ക് നല്ല ബോധ്യമുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി പിടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു തുടങ്ങുമ്പോഴേ ബന്ധു നിയമനം എന്താണെന്ന് ചോദിച്ചാൽ അളിയനെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയെന്ന് വെച്ചാൽ വേറെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. അതിന് നിങ്ങൾ ഭരണഘടനയും അത് നിങ്ങൾ കോടതിയിലെ ഉത്തരവുകളും അങ്ങനെ നിയമിക്കുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങളുടെ നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബന്ധു നിയമനമാണ്. അതിപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ആയാലും DCC വൈസ് പ്രസിഡന്റ് ആയാലും ഒക്കെ കണക്ക് തന്നെയാണ്. അതാണല്ലോ CPM അനുഭവിച്ചത്. അതാണ് ഈ ME ഗോവിന്ദൻ്റെ ഭാര്യനെ MLA ആക്കി കഴിഞ്ഞപ്പോൾ MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് കഴിയുമ്പോൾ കേരളം കേട്ട പഴി എന്ന് പറയുന്നത്, CPM കേട്ട പഴി എന്ന് പറയുന്നത്
അല്ലേ? അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് എഴുതി കിട്ടി എന്നുള്ള നീതിയിലേക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. മാത്രമല്ലല്ലോ, ജനം നിരാകരിക്കും ചെയ്തു. അപ്പോൾ ജനങ്ങൾ, അപ്പോൾ ഇത് നമ്മൾ നിയമസഭയിൽ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ അത് ഉന്നയിച്ചിരുന്നു, പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു അംഗം ഉന്നയിച്ചു, ആ ഉന്നയിച്ച അംഗത്തിൽ നിന്ന് ബാക്കി എല്ലാത്തിനും മറുപടി പറയും, ഇതിന് മറുപടി പറയാതെയും പോയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നത് പ്രത്യേകിച്ച് ഒരു MLA മാത്രമല്ല കേട്ടോ, കേരള കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, KPCCൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ അധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ പാർട്ടി നിശ്ചയിച്ച ഒരാൾ സ്വന്തം വകുപ്പിലോ ആലോചിക്കണ്ടേ അങ്ങനെ നിശ്ചയിക്കാൻ പാടുമോ എന്നുള്ളത്? വേണ്ട, വേറെ ഏതെങ്കിലും വകുപ്പിൽ ഇപ്പം ഇവർ ഉദാഹരണമായിട്ട് പല ആൾക്കാരും പറയുന്നത് ആ വകുപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിൽ കൊടുത്തുകൂടെ? അങ്ങനെ വേണ്ട. ആ കുടുംബത്തിൽ ഒരാളുണ്ട്, ആ കുടുംബത്തിൽ മന്ത്രിയായ ഒരാളുണ്ട് എന്നേ അത് മനസ്സിലാക്കുക. പിന്നെ CPM അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. CPM അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, CPM മന്ത്രിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം നേരത്തെ സുനിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നികുതി കുറയ്ക്കും, നിങ്ങൾ ഡീസലിൻ്റെ വില കൂട്ടുന്നതിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ ലാഭം എന്തിനാണ് സർക്കാർ എടുക്കുന്നത്, ആ സമയത്ത് കുറയ്ക്കണം എന്നായിരുന്നു പ്രതിപക്ഷത്ത് VD സതീശനും മന്ത്രിമാർ 2021 സൈക്കിൾ യാത്ര നടത്തി. ഏത് നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ പറയുന്നത് എന്താണ്? നികുതി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്രത്തിനെതിരെയല്ല സമരം, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. BJPൻ്റെ നേതാവ് വരെ പറയുന്നത് കേരള സ്റ്റേറ്റ് 10 രൂപയെങ്കിലും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇത് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്യണോ എന്ന് ചോദിക്കാം. നിങ്ങളാണല്ലോ ടാക്സ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. ആ ടാക്സ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ആ ടാക്സ് കുറയ്ക്കുന്നത് മണ്ടത്തരമാണെന്ന് പറയുന്ന നിങ്ങൾ ഞങ്ങളോട് ആ മണ്ടത്തരം ചെയ്യണം എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ടാക്സ് കുറയ്ക്കില്ല എന്നർത്ഥം. അതിനല്ല മറുപടി. അപ്പോൾ മറുപടി എന്താ പറയേണ്ടത്? ഞാൻ മറുപടി ഇങ്ങനെ പറഞ്ഞാൽ മതി, ടാക്സ് കുറയ്ക്കേണ്ടതാണ് കേരളത്തിൽ, അത് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പറയുന്നത് ടാക്സ് കുറയ്ക്കേണ്ടതാണ്, കുറയ്ക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നടപടിയെടുക്കും, ഞങ്ങൾ ഇത്ര ദിവസം ക്ലാരിറ്റിയോട് നടപടി പറഞ്ഞാൽ അത് മനസ്സിലാവും ജനങ്ങൾക്ക്. അതാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്ന സംവിധാനം CPMൻ്റെ അടുത്ത് നഷ്ടപ്പെടുന്നുണ്ട്, കോൺഗ്രസിൻ്റെ അടുത്ത് കൂടുതൽ കിട്ടി. ഈ VD സതീശനെ ഞാൻ എന്നും കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെന്നുള്ള കാര്യം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പറ്റും എന്നുള്ളതാണ്. അവിടെ നാടകം കളിച്ചാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അവിടെ ചെറിയ നാടകം കളിച്ചാൽ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അതിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ എന്താണോ പറഞ്ഞത് എന്ന് നിങ്ങളെ മനസ്സിലായപ്പാ, അത് മനസ്സിലായി. നിങ്ങളത് പറഞ്ഞോളൂ. അതിന് അവസാനം ഇങ്ങനെയല്ല ക്ലോസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ നടപടി എന്താണ് ഇങ്ങനെ അവസാനിക്കുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങളതിന് നടപടി സ്വീകരിക്കേണ്ടത്, ഞങ്ങൾ ബഡ്ജറ്റ് വരികയാണല്ലോ എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറയും, വാഹനങ്ങളിൽ പിന്നെ എന്താണ് മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൈ കൊണ്ടും ആംഗ്യം കൊണ്ടും കാണിക്കുമ്പോൾ നിയമമില്ല. കേരളത്തിൽ മോഡിഫിക്കേഷൻ നടത്താൻ നിയമമുണ്ടോ? പക്ഷേ ജനങ്ങൾ വിശ്വസിച്ചു. എവിടെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ, കാരണം നിയമമില്ല എന്നുള്ളതും സുപ്രീം കോടതി വിധിയുണ്ടെന്നുള്ളതും ഈ പറയുന്ന ഒരു വാഹനത്തിൽ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബർ ഇവിടേക്ക് അങ്ങോട്ട് പോവുകയാണ്, എവിടേക്ക് നേപ്പാളിലേക്ക് പോവുകയാണ് വാഹനം ഓടിച്ച്. അപ്പം വാഹനം ഓടിച്ച് നേപ്പാൾ, അപ്പോൾ അതിൻ്റെ ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അവർ പറയുന്നത് തന്നെ, അപ്പോൾ ഇങ്ങനെ ഫുൾ കൂളിംഗ് ഒട്ടിച്ച് വണ്ടിയിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപകടകരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷനും നടത്താം എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് നമുക്ക് പോവാം, പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ നിയമമുണ്ടോ? നിയമമില്ല. അപ്പോൾ അത് പുള്ളിക്ക് ആംഗ്യ ഭാഷയിൽ കൂടെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ആംഗ്യ ഭാഷയിൽ കൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇല്ലേ? അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഈ ബന്ധു നിയമനങ്ങൾ ഇപ്പം ഇത് മാത്രമല്ല കേട്ടോ. ഞാനിപ്പം നേരത്തെ ഇന്ന് VS ജോയി ആണെന്ന് തോന്നുന്നുണ്ട് നിയമസഭയിൽ പറഞ്ഞത് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്. ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ എത്ര വാർത്ത വരുന്നുണ്ടെന്ന് ഒരു ദിവസം. എന്താണ് വാർത്ത വരുന്നത്? സ്കൂൾ തുറക്കുന്ന മാസമാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനായിട്ടെ, ഏത് പിന്നെ ആൾക്കാരായിക്കോട്ടെ, സ്കൂൾ തുറക്കുന്ന സമയമാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫറാണ്. ഈ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ 2 കാര്യങ്ങളാണ്. ഈ ഇപ്പോഴത്തെ സ്കൂളിൻ്റെ ഒരു സിസ്റ്റം വെച്ചിട്ട് നല്ലൊരു സ്കൂളിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ തലേ മാസം പോയി ചോദിച്ചാൽ സീറ്റ് കിട്ടത്തില്ല. ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടത്തില്ല. 1 മാസമോ 6 മാസം 8 മാസം ഇപ്പം പ്രധാനപ്പെട്ട ഈ പിന്നെ സ്കൂളുകളിലൊക്കെ 8 മാസം മുന്നേ 9 മാസം മുന്നേ പോയി അപ്പോയിൻമെൻറ്റ് ചെയ്ത് സ്കൂളിൽ സീറ്റ് ചോദിച്ചാൽ മാത്രമേ സ്കൂളിൽ സീറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ സെക്കൻഡ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാണ്. ഭാര്യേനെ അങ്ങോട്ടും ഭർത്താവിനെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ നോക്കുന്നത് എന്താ? രാഷ്ട്രീയമാണ് നോക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ 5 വർഷം ഭരിച്ചില്ലേ, 10 വർഷം ഭരിച്ചു. ഈ പറയുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും രാഷ്ട്രീയമുണ്ടോ? അവരെ രാഷ്ട്രീയം അച്ഛൻ കോൺഗ്രസും അമ്മ CPM ആണെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അമ്മ CPM അച്ഛൻ കോൺഗ്രസ് ആണെന്ന് വിചാരിച്ചിട്ടല്ലോ അവർ പഠിച്ചിട്ട് വളരുന്നത്. നിങ്ങൾ മാറ്റുന്നത് അവരുടെ ജീവിതം കൂടിയാണ്. എടുത്ത ഒറ്റയേറാണ് 80 കിലോമീറ്റർ അപ്പുറം 100 കിലോമീറ്റർ. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു സ്കൂളും ഇല്ല, കുട്ടികളും ഇല്ല. എന്താ ചെയ്യാൻ പറ്റുക? ലീവ് കൊടുത്താൽ ലീവ് കൊടുക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താ? വില്ലേജ് ഓഫീസറുകൾ ട്രാൻസ്ഫർ നടക്കുകയാണ്. വില്ലേജ് ഓഫീസർ ട്രാൻസ്ഫർ പല രേഖകളും
ഈ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ രേഖകൾ ആവശ്യം വരുന്നത്. പല രേഖകൾ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം 7 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്താൽ 7ാമത്തെ ദിവസം അവിടെ പോയി ജോയിൻ ചെയ്യണം. മാക്സിമം കിട്ടുന്ന 7 ദിവസമാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പല ഓഫീസുകളിലും എത്ര 2500 സ്റ്റാഫുകളെയാണ് ഈ പറയുന്ന 15 ദിവസം. നമ്മൾ ഈ ഹണിമൂൺ പീരീഡ് നിങ്ങൾ പറഞ്ഞ സമയമാണ്. ഹണിമൂൺ പീരീഡിലൂടെ 2500 ആൾക്കാരെയാണ് ഈ ബോട്ടം ലെവലിൽ താഴേക്കടയിൽ ട്രാൻസ്ഫർ ചെയ്തത്. മാത്രമല്ല രാഷ്ട്രീയപരമായ കേസുകളിൽ SIT അന്വേഷണം അടക്കം പ്രഖ്യാപിച്ച ഹണിമൂൺ പീരീഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് സാധാരണ ട്രാൻസ്ഫർ കഴിഞ്ഞ 10 വർഷക്കാലം അതിന് സമയമുണ്ട് മാധു. ഞാൻ അതിനെ ന്യായീകരിക്കാനില്ല. ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരൊക്കെ ചെയ്യും. പക്ഷേ ഈ VD സതീശ സർക്കാരിൽ നിന്ന് ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞ പ്രവൃത്തിയും വാക്കും തമ്മിൽ രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷം വന്നാൽ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയാനില്ല, ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പിന്നെ UDF അധികാരത്തിൽ വന്ന ശേഷം 1 മാസമായി കേട്ടോണ്ടിരിക്കുന്നവരോ ഇത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം മേടിച്ചിട്ടല്ല അധികാരത്തിൽ വന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ പറയുന്ന ആലപ്പുഴയിലൊക്കെ പറഞ്ഞെന്താ, ഇവിടെ കോൺഗ്രസിൻ്റെ CPMൻ്റെ അണികളുടെ വോട്ടുകൾ കിട്ടിയെന്ന് പറയും. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ നമ്മൾ ഇതിങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ DCCൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങൾക്ക് 3 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ഞങ്ങളുടെ വലിയ നേതാവാണ്. അതുകൊണ്ട് അളിയനും കൂടി ആയതുകൊണ്ട് അളിയൻ്റെ സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ വെടിപ്പായി നടത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ശരി, ബന്ധു നിയമനത്തിൽ മൗനമോ എന്നതായിരുന്നു ചോദ്യം. 4 പേർക്കും ഒരേ അഭിപ്രായമാണ്, യെസ്. Meet the editors.